നീ ഇന്ന് പണിക്ക് പോയില്ലേടാ സന്തോഷേ? ഓ എങ്ങനെ പോകാനോ ചേച്ചി? ആരേറ്റവും വെള്ളമല്ലായിരുന്നോ? വീടിന്റെ ക്ലീനിങ് ഇതുവരെ കഴിഞ്ഞിട്ടില്ല. ഇന്നലെ മുതൽ തുടങ്ങിയ അതിനുവേണ്ടി ഇപ്പൊ അവിടെ ഇപ്പോണ്ട്. പിന്നെ നമ്മുടെ കുറച്ച് കാശുള്ളതുകൊണ്ട് 10 ദിവസം പണിക്ക് പോയില്ലേലും ഒരു കുഴപ്പമില്ല. എടാ അങ്ങനെയാണ് നീ ആ പറ്റിങ് തന്നേച്ച് പോടാ. അത് പിന്നെ ബാങ്കിൽ ഗൂഗിൾ പേ ഉണ്ടോ? ഗൂഗിൾ പേ ഒന്നുമില്ല. ഗൂഗിൾ പേ ഉണ്ടോ ഞാൻ ഇപ്പൊ ചെയ്യായിരുന്നു. എടാ നീ ഉള്ളപ്പ തന്നാ മതിയാ പൈസ. നീ എന്തിനാ വെറുതെ ഇങ്ങനെ തള്ളാൻ? അയ്യോ സാറേ, ഇത് അവിടെ തെറ്റി ഇതിലേക്ക് പോരെ. ആ എവിടെ പോകാനാ സാറേ? മൊത്തത്തിലൊന്ന് ഇവിടെ ഒന്ന് നോക്കാൻ ഇറങ്ങിയത്. മൊത്തത്തിൽ കാണാനായിരുന്നു. കഴിഞ്ഞ ആഴ്ച പറഞ്ഞായിരുന്നു ഉള്ളു വെള്ളമല്ലായിരുന്നു. ഇത്രയും വെള്ളം ഉണ്ടായിരുന്നു. അപ്പൊ വന്നാലും നല്ലതായിട്ട് കാണാമായിരുന്നു. അപ്പൊ നിങ്ങളൊക്കെ ക്യാമ്പിലായിരുന്നു അല്ലേ? ഇവരൊക്കെ ക്യാമ്പിലായിരുന്നു സാറേ. എനിക്ക് പിന്നെ ഈ ബന്ധുവീട്ടിലോ ക്യാമ്പിലോ ഒന്നും പോയി നിൽക്കുന്നതിനുള്ള താല്പര്യമില്ല. അല്ല, സത്യം പറഞ്ഞാൽ എനിക്ക് അതിന്റെ ആവശ്യമില്ല കേട്ടോ. ആദ്യം കാണുന്നതിനോട് പോലും അങ്ങ് നിന്ന് തള്ളുക. ഞാനൊരു വീട് പണിതപ്പോഴേ ഞാൻ ഒരു 6 അടി പൊക്കത്തിൽ ഒരു തറയങ്ങ് പണിതു. അതുകൊണ്ട് തന്നെ 2018 വെള്ളം പോലും എന്റെ വീട്ടിൽ കയറി. നമ്മൾ എന്തെങ്കിലും ചെയ്യുമ്പോൾ ഒരു ദീർഘവീക്ഷണത്തോടൊക്കെ കാണണം. അപ്പൊ നിങ്ങളുടെ വീട്ടിൽ മാത്രം വെള്ളം കയറിയിട്ടില്ല? ഇല്ല. പേരെന്താന്നാ പറഞ്ഞു? സന്തോഷ് കേക്കെ. എന്നാ സാറേ എഴുതുന്നേ? ഞാൻ വില്ലേജിൽ നിന്ന് ഒരു റിപ്പോർട്ട് തയ്യാറാക്കാൻ വന്നു. വെള്ളം കയറിയ വീടുകൾക്കൊക്കെ 10,000 രൂപ സർക്കാർ അടിയന്തര സഹായം പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഏതായാലും താങ്കളുടെ വീട്ടിൽ കയറിയിട്ടില്ലല്ലോ. സന്തോഷ് കുമാർ കേക്ക്, മാളിപ്പുറം ഹൗസ്, വാഴപ്പള്ളി വെസ്റ്റ് പി ഒ, പറാൽ, ചങ്ങനാശ്ശേരി. സാർ എന്റെ വീട്ടിലും വെള്ളം കയറിയത് സാർ. കരയേറ്റം വെള്ളം ഉണ്ടായിരുന്നു സാർ. ഇപ്പോഴും കഴുകിക്കൊണ്ടിരിക്കുകയാണ് സാർ. എന്റെ സോപ്പ് പൊടിയൊക്കെ ഉണ്ടോ സാർ? പ്ലീസ് സാർ എന്നെയും കൂടി ലിസ്റ്റിൽ ചേർക്കണം സാർ. 10 കോഴി 2 ആട് ഉൾപ്പെടെ എല്ലാം പോയി സാർ. പ്ലീസ് സാർ, പ്ലീസ് സാർ. പ്രേക്ഷകർ അബദ്ധം പറ്റിപ്പോയി. പ്ലീസ്. ഞാനായാലും വിശദമായിട്ടൊരു അപേക്ഷ എഴുതി വില്ലേജ് ഓഫീസിലോട്ട് പോകും. ഏതായാലും തള്ളി തള്ളി ഉള്ള 10,000 പോയി.